നമസ്കാരം. കാന്തം എപ്രകാരം ഇരുമ്പ് തരികളെ ആകർഷിക്കുന്നുവോ അപ്രകാരം മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഗ്രഹങ്ങൾ. കുംഭകോണം തഞ്ചാവൂർ റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിലുള്ള നവകൈലാസ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന്റെ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு അമ്മൈനാഥർ സ്വാമി തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിൽ തിരുനെൽവേലി അംബാസമുദ്രം പാതയിൽ താമരഭരണി ആറ്റിന്റെ കരയിൽ വയലുകൾക്ക് നടുവിൽ പ്രകൃതി രമണീയമായ ചേരൻ മഹാദേവി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ, അമ്മൈനാഥർ, അമ്മയപ്പർ, കൈലാസനാഥർ എന്നീ നാമങ്ങളിലും ശ്രീപാർവതി, ആവുടയ നായകി, ഗോമതി അമ്മൻ എന്നീ നാമങ്ങളിലും അരുൾ ചൊരിയുന്നു. രോമസ മഹർഷിയാൽ ഉദ്ഭവിക്കപ്പെട്ട നവകൈലാസ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന്റെ സ്ഥലമാണ് ഈ ക്ഷേത്രം. ജാതകരീതിയാൽ ചന്ദ്രനാലുള്ള ദോഷങ്ങൾ മാറ്റാൻ ഭക്തരെത്തുന്ന പുണ്യക്ഷേത്രമാണിത്. പ്രധാനമായും കർക്കിടകം രാശിക്കാരുടെ ദോഷപരിഹാര സ്ഥലമാണിത്. കുംഭകോണം തഞ്ചാവൂർ റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന്റെ സ്ഥലമായ തിങ്കളൂർ സന്ദർശിച്ച ഫലത്തിന് തുല്യമാണ് ചേരൻ മഹാദേവി അമ്മൈനാഥർ സ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്നാണ് പറയുന്നത്. ചേർ മാ ദേവി എന്നാൽ നദികൾ സംഗമിക്കുന്ന സ്ഥലം. ഇതാണ് ചേരൻ മഹാദേവി എന്നും ചേരൻ മാദേവി എന്നും അറിയപ്പെട്ടത് എന്നാണ് പറയുന്നത്. അതല്ല, ചേര മഹാരാജാവ് മകൾക്ക് സമ്മാനമായി കൊടുത്ത സ്ഥലം എന്നർത്ഥത്തിലാണ് ചേരൻ മഹാദേവി എന്ന സ്ഥലനാമം വന്നത് എന്നും പറയുന്നു. ഈ ക്ഷേത്രത്തിനടുത്തായി താമ്രഭരണിയാറിന്റെ കരയിൽ വ്യാസതീർത്ഥഘട്ടിൽ മാർഗഴി മാസം ശുക്ലപക്ഷ സപ്തമി തിഥിയിൽ ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്നു എന്നാണ് പുരാണങ്ങൾ. അന്നേ ദിവസം അതിരാവിലെ 3 മണിക്ക് സ്വർഗലോക നിവാസികൾ ഇവിടെ നീരാടാനെത്തുന്നു എന്നാണ് വിശ്വാസം. ആ സമയത്ത് താമ്രഭരണി ആറ്റിൽ നീരാടിയാൽ എല്ലാ പുണ്യനദികളിലും നീരാടിയ പുണ്യം ലഭിക്കുമെന്നും അന്തിമമായി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നു. താമ്രഭരണിയാറിന്റെ കരയിൽ രണവിമോചന പാറ എന്നൊന്നുണ്ട്. ഈ പാറ ക്ഷേത്രത്തിനും വ്യാസതീർത്ഥ സ്നാനഘട്ടിനും ഇടയിലുമാണ്. 41 നാൾ ഈ സ്ഥലത്ത് കുളിച്ച് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ എന്തുതന്നെയായാലും നിറവേറും, കടം തീരും, രോഗങ്ങൾ മാറും എന്നാണ് പറയുന്നത്. ആഞ്ജനേയ സ്വാമി രാമായണത്തിൽ രാമരാവണ യുദ്ധത്തിൽ മുറിവേറ്റ ലക്ഷ്മണന് വേണ്ടി മൃതസഞ്ജീവിനി കൊണ്ടുപോകുമ്പോൾ ഇറങ്ങിയ സ്ഥലമാണെന്നും ആഞ്ജനേയരുടെ പാദം പതിഞ്ഞ പാറയാണിതെന്നുമാണ് ഐതിഹ്യം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ കുളിച്ചു പ്രാർത്ഥിക്കാവൂ, അല്ലെങ്കിൽ ശാപമേൽക്കും എന്നാണ് ഭക്തജന ഭാഷ്യം. കീഴ്ജാതിക്കാരനും തീവ്ര ശിവഭക്തനുമായിരുന്ന നന്ദനാർ ഒരിക്കൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ ആരും അകത്തേക്ക് വിട്ടില്ല. ക്ഷേത്രത്തിന് പുറത്തു നിന്ന് ഭഗവാനെ കാണാൻ തലചരിച്ചു നോക്കിയ അദ്ദേഹത്തിനായി ഭഗവാൻ നന്ദിയോട് സ്വല്പം മാറിയിരിക്കാൻ പറയുകയും നന്ദി അപ്രകാരം ചെയ്ത് നന്ദനാർക്ക് ഭഗവാനെ കാണാൻ അവസരമുണ്ടാക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ കൊടിമരത്തിന് കീഴെയുള്ള പീഠത്തിൽ നന്ദനാരുടെ ശില്പം ഭക്തർക്ക് ദർശിക്കാം. നവകൈലാസം എന്ന ക്ഷേത്രങ്ങൾ രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ ഇതാണ്. കുംഭമുനി, കുള്ളമുനി, കുടമുനി എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ബ്രഹ്മദേവന്റെ പൗത്രനായ രോമസ മഹർഷി. അദ്ദേഹം മോക്ഷപ്രാപ്തിക്കായി താമരഭരണിയാറ്റിൻ കരയിൽ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിച്ച് ഗുരുവിനോട് അതിനുള്ള സ്ഥലം തെരഞ്ഞെടുത്തു തരാൻ അഭ്യർത്ഥിച്ചു. അഗസ്ത്യ മഹർഷി ശിവപൂജ ചെയ്ത 9 താമരമലരുകൾ താമരഭരണിയാറ്റിൽ ഇട്ട് അത് എവിടെയെല്ലാം കരക്കടിയുന്നുവോ അവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം 9 പൂക്കളും 9 ഇടത്തായി താമരഭരണിയാറിന്റെ കരയിലടിഞ്ഞ സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് രോമസ മഹർഷി മോക്ഷമടഞ്ഞു. ഈ 9 ശിവലിംഗങ്ങൾക്കായി പിന്നീട് നിർമ്മിച്ച 9 ക്ഷേത്രങ്ങളാണ് നവകൈലാസ ക്ഷേത്രങ്ങൾ. ഇവ നവഗ്രഹങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ 3 ക്ഷേത്രങ്ങളെ മേലെ കൈലാസം എന്നും പിന്നെയുള്ള 3 എണ്ണം നടു കൈലാസം എന്നും അവസാന 3 എണ്ണം കീഴെ കൈലാസം എന്നും അറിയപ്പെടുന്നു. നവകൈലാസ ക്ഷേത്രങ്ങൾ ഇവയാണ്: ഉലഗമ്മ സമേത പാപനാഥേശ്വര ക്ഷേത്രം പാപനാശം സൂര്യൻ, ആവുടയമ്മൻ സമേത അമ്മൈനാഥർ ക്ഷേത്രം ചേരൻ മഹാദേവി ചന്ദ്രൻ, ശിവകാമി അമ്പാൾ സമേത കൈലാസനാഥർ ക്ഷേത്രം കോടക്കനല്ലൂർ ചൊവ്വ, ശിവകാമി അമ്പാൾ സമേത കോതെ പരമേശ്വര ക്ഷേത്രം കുന്നത്തൂർ രാഹു, ശിവകാമി അമ്മൻ സമേത കൈലാസനാഥർ ക്ഷേത്രം മുറപ്പനാട് ഗുരു, ശിവകാമി അമ്മൻ സമേത കൈലാസനാഥർ ക്ഷേത്രം തിരുവൈകുണ്ഠം ശനി, അഴകിയ പൊന്നമ്മ സമേത കൈലാസനാഥർ ക്ഷേത്രം തെൻതിരുപ്പേരെ ബുധൻ, സൗന്ദര്യനായകി സമേത കൈലാസനാഥർ ക്ഷേത്രം രാജപതി കേതു, സൗന്ദര്യനായകി സമേത കൈലാസനാഥർ ക്ഷേത്രം സേന്തപ്പൂമംഗലം ശുക്രൻ. നവകൈലാസ ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതായ താമ്രഭരണിയാറിന്റെ കരയിലുള്ള ആവുടയമ്മൻ സമേത അമ്മൈനാഥർ ക്ഷേത്രത്തിന് ചന്ദ്രകൈലാസം എന്നും നാമമുണ്ട്. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യം ഇതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചതുർവേദി മംഗലം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശത്ത് ഉരലിൽ നെല്ലുകുത്തി അരിയാക്കി വ്യാപാരം ചെയ്തിരുന്ന ശിവഭക്തരായ 2 സഹോദരിമാർ ജീവിച്ചു വന്നിരുന്നു. രോമസ മഹർഷി താമരഭരണിയാറ്റിൻ കരയിൽ ഒരാൽമരത്തിന് കീഴെ സ്ഥാപിച്ച 2ാമത്തെ ശിവലിംഗത്തെ തങ്ങളുടേതായ രീതിയിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു സഹോദരിമാർ അവരുടെ ദൈനംദിന ജോലികൾ തുടങ്ങിയിരുന്നത്. കാറ്റും മഴയുമേറ്റ് കിടക്കുന്ന ശിവലിംഗത്തിന് ഒരു കോവിൽ നിർമ്മിക്കണമെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. പക്ഷേ അതിനുള്ള സാമ്പത്തികം തീരെ അവർക്കുണ്ടായിരുന്നില്ല. ദിനവും കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഓഹരി അവർ അതിനായി നീക്കിവെച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള തുകയായില്ല. അവർ മനസ്സുരുകി ശിവഭഗവാനെ പ്രാർത്ഥിച്ചു.
അവരുടെ ഭക്തിയിൽ സംപ്രീതനായ ശിവഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ അവരുടെ വീട്ടിലെത്തി ഭക്ഷണം ചോദിച്ചു. അവർ തങ്ങളുടെ ആഹാരമെടുത്ത് ബ്രാഹ്മണന് കൊടുത്തപ്പോൾ വീട്ടിൽ വെളിച്ചമോ വിളക്കോ ഇല്ലാത്തതിനാൽ അമംഗളമായ സ്ഥലത്തു നിന്നും താൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ഉടനെ സഹോദരിമാർ അടുക്കളയിലുണ്ടായിരുന്ന തേങ്ങയിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് കത്തിച്ച് വെളിച്ചമുണ്ടാക്കി. തൃപ്തിയോടെ ആഹാരം കഴിച്ച ശേഷം ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്ത് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. സ്വാർത്ഥത ലവലേശമില്ലാതെ സ്വന്തം കാര്യം മറന്ന് അവർ ശിവലിംഗത്തിന് ക്ഷേത്രം നിർമ്മിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. അവരുടെ ആത്മാർത്ഥതയിൽ തൃപ്തനായ ഭഗവാൻ അവരുടെ ഉരുളിൽ പൊന്നും പൊരുളും നൽകി. അങ്ങനെ അവർ ഭഗവാന് ഒരു ശ്രീകോവിൽ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിനുള്ളിൽ വടക്ക് ഭാഗത്ത് നെല്ലുകുത്തുന്ന സഹോദരിമാരുടെ ശില്പം തൂണിൽ ചെതുക്കിയിരിക്കുന്നു. കീഴെയായി അവർ നെല്ലുകുത്താൻ ഉപയോഗിച്ച ഉരലും ഉലക്കയും ഭക്തർക്ക് ദർശിക്കാം. അതേപോലെ രോമസ മഹർഷിയുടെ ശില്പം, അഗസ്ത്യർ ശിവപൂജ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട്. ഇന്നും ക്ഷേത്രത്തിൽ തേങ്ങയിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇത് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉതകും എന്നാണ് വിശ്വാസം. ഏകദേശം 1100 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 4 നിലയുള്ള രാജഗോപുരത്തോടും കൂടിയ ചേരൻ മഹാദേവി ആവുടയമ്മൻ സമേത അമ്മയപ്പർ ക്ഷേത്രം കുലോത്തുംഗ ചോഴൻ ഒന്നാമൻ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. രാജരാജ ചോഴൻ, രാജേന്ദ്ര ചോഴൻ, കോച്ചടയവർമ്മൻ എന്നിവരുടെ കാലത്തെ ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കൊടിമരം, ബലിപീഠം, സ്വല്പം മാറിയിരിക്കുന്ന നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ താമരപ്പൂമൊട്ടു പോലെയുള്ള വിമാനത്തിന് കീഴിൽ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന കരുവറയിൽ മൂലവർ ശ്രീപരമേശ്വരൻ, അമ്മൈനാഥർ, അമ്മയപ്പർ, കൈലാസനാഥർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഒരൽപ്പം വലിയ ശിവലിംഗമാണിത്. ഭഗവാൻ തന്നെ ചന്ദ്രനായി ചന്ദ്രക്കല ചൂടി അനുഗ്രഹം ചൊരിയുകയാണ് ഇവിടെ. ഒരാളുടെ ജാതകത്തിൽ മാതാവ്, മനസ്സ് എന്നിവയെ കുറിക്കുന്നത് ചന്ദ്രനെ വെച്ചാണ്. ചന്ദ്രൻ ജാതകത്തിൽ ബലഹീനമായിരുന്നാൽ ആ വഴിയിൽ ലഭിക്കേണ്ട ഗുണങ്ങൾ ഇല്ലാതെ പോകും. ഭക്തർ തിങ്കളാഴ്ചകളിൽ ചന്ദ്രഹോരയിൽ ഇവിടെ വന്ന് ഭഗവാന് വസ്ത്രം ചാർത്തി അരിദാനം ചെയ്തും അന്നദാനം നടത്തിയും തങ്ങളുടെ ഗ്രഹദോഷങ്ങൾ മാറ്റുന്നു. കൃഷിക്കാരും അരി വ്യാപാരം ചെയ്യുന്നവരും തങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കാനെത്തുന്ന പുണ്യക്ഷേത്രമാണിത്. ദേവി പാർവതി പ്രത്യേകം സന്നിധിയിൽ ഒരു കൈയിൽ മലരോടെയും വേറെ കൈ ലോലഹസ്തമായും ആവുടയ നായികി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിഷ്ഠയാണ്. അമ്പാൾക്ക് മാതളപ്പഴ നീരാൽ അഭിഷേകം ചെയ്ത് ഒരു താളത്തിൽ അരി പരത്തി വെച്ച് അതിൽ നാളികേരത്തിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കുന്നത് സമ്പദ് വർധനയ്ക്കുള്ള മുഖ്യ വഴിപാടായി ഭക്തർ അനുഷ്ഠിക്കുന്നു. ക്ഷേത്രത്തിൽ മുഖ്യദേവതകളെ കൂടാതെ വിനായകർ, വളിദേവയാനി സമേത സുബ്രഹ്മണ്യർ, ശനീശ്വരൻ, ദക്ഷിണാമൂർത്തി, മഹാവിഷ്ണു, ചന്ദ്രൻ, സൂര്യൻ, ജ്വരദേവർ, ചണ്ഡികേശ്വരർ, ഗജലക്ഷ്മി, ദുർഗ, നാഗദൈവങ്ങൾ, സപ്തമാതാക്കൾ, നടരാജമൂർത്തിയുടെ നടനം കണ്ടിരിക്കുന്ന കാരക്കാലമ്മയാർ, ശിവകാമിയമ്മൻ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം ആൽമരം, ക്ഷേത്രതീർത്ഥം താമിരഭരണി. കാരണ ആഗമവിധി പ്രകാരമുള്ള 5 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രധാന ദിവസങ്ങളായ അമാവാസി പ്രദോഷം കൂടാതെ മഹാശിവരാത്രി, തിരുവാതിര, വിനായക ചതുർത്ഥി, ആടിക്കാർത്തിക, ഐപ്പശി അന്നാഭിഷേകം, നവരാത്രി, കന്ദഷഷ്ഠി, വൈകാശി ബ്രഹ്മോത്സവം എന്നിവയും ക്ഷേത്രത്തിൽ ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 7 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് 24 കിലോമീറ്റർ, ചേരൻ മഹാദേവിയിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചേരൻ മഹാദേവി, തിരുനെൽവേലി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.